ഹായ് എവ്രി വൺ, വെൽക്കം ടു വൺ സ്റ്റോപ്പ് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം ജാനുവരി 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11, ദ വാല്യൂ ഓഫ് √2i is. സോ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിലെ ഏതാണ് √2i വാല്യൂ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ z = √2i ആയിട്ട് എടുക്കുകയാണ്. സോ നമുക്ക് √2i വാല്യൂ ആണ് വേണ്ടത്. സോ z വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ ഇപ്പോൾ ഞാൻ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. സോ z² = 2i ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ പോളാർ ഫോം ഓഫ് z യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് z = r(e⁻⁴). സോ നമുക്ക് കിട്ടുന്നത് r(e⁻⁴² = 2i. ഇപ്പോൾ ഞാൻ ഈ സ്ക്വയർ ടേം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എടുക്കുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് r²e⁻²2i = 2i ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഐനെ ഞാൻ എക്സ്പെൻഷ്യൽ ഫോമായിട്ട് എഴുതാണ്. സോ i = നമുക്കറിയാം e⁻i(π/2 + 2nπ) ആണ്. സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ ഞാൻ രണ്ട് സൈഡും ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് r² = 2 ആൻഡ് 2θ = π/2 + 2nπ. സോ r² = 2 ചെയ്യുമ്പോൾ നമുക്ക് r = √2 കിട്ടും. 2θ = π/2 + 2nπ ചെയ്യുമ്പോൾ നമുക്ക് θ = π/4 + nπ കിട്ടും. സോ നമുക്ക് വേണ്ടത് z വാല്യൂ ആണ്. സോ z = r(e⁻⁴ ആണ്. സോ ആറും തീറ്റയും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് z = √2e⁻i π/4 + nπ. സോ ഇവിടെ ഞാൻ ഇപ്പോൾ ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് e⁻i(θ) = cos θ + i sin θ. സോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാം cos ഓഫ് π/4 + nπ വാല്യൂ എന്ന് പറയുന്നത് ±1/√2ഉം സൈൻ ഓഫ് π/4 + nπ എന്ന് പറയുന്നത് വാല്യൂ ±1/√2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് √2 ഓഫ് ±1/√2 ±i/√2 എന്ന് കിട്ടും. ഇപ്പം √2 കോമൺ ആയിട്ട് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ±1 ±i. സോ ഇതാണ് നമ്മുടെ √2i വാല്യൂ. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 1 + i ഓർ -1 -i ആണ്. സോ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണുള്ളത് അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. Next question 17. If gamma from 0,1 to z is a closed rectifiable curve and alpha doesn't belongs to gamma, then 1/2 pi I integral over gamma dz by z minus alpha is. സോ നമുക്കൊരു കേർവ് ഗാമ തന്നിട്ടുണ്ട്. ആൽഫ കേർവിലില്ലെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. ഗാമ എന്ന് പറയുന്നൊരു സിമ്പിൾ ക്ലോസ്ഡ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കേർവ് ആണെങ്കിൽ 1/2 pi I ഇൻ്റഗ്രൽ ഓവർ ഗാമ dz by z മൈനസ് ആൽഫ എന്ന് പറയുന്നത് =1 ആയിരിക്കും ഇഫ് ആൽഫ എന്ന് പറയുന്ന വാല്യൂ belongs to interior of the curve gamma and equal to 0 ആയിരിക്കും if alpha doesn't belongs to interior of gamma. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നമുക്ക് ഗാമ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ് ആൻഡ് ആൽഫ ഡസൻ ബിലോങ്സ് ടു ഗാമയാണ്. സോ ആൽഫ ഡസൻ ബിലോങ്സ് ടു ഗാമ എന്ന് പറയുമ്പോൾ ആൽഫ എന്തായാലും ഇൻറ്റീരിയർ ഓഫ് ഗാമയിലില്ല. Therefore, using concept 1/2 pi I integral over gamma dz by z minus alpha ൻ്റെ വാല്യൂ 0 ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ് കിട്ടിയിരിക്കുന്നത് ആൻഡ് 0 is an integer. സോ നമ്മുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. Next question 53. The fixed points of Mobius transformation W is equal to 8z minus 15 by z are. സോ ഈ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം.
സോ തന്നിരിക്കുന്ന മൊബിയസ് ട്രാൻസ്ഫോർമേഷനെ ഞാൻ എഫ് ഓഫ് ഇസഡ് ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫിക്സഡ് പോയിൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ഫോർ ഇസഡ് ഇൻ സി സച്ച് ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ആവുന്ന പോയിൻറ്റ്സ് ആണ് വേണ്ടത്. സോ ഞാൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ചെയ്യാണ്. സോ ഇപ്പോൾ ഞാൻ എഫ് ഓഫ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8z മൈനസ് 15/z ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8z മൈനസ് 15 ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേംസ് ഒക്കെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് ഇസഡ് സ്ക്വയർ മൈനസ് 8z പ്ലസ് 15 ഈക്വൽ ടു 0. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വിത്ത് പ്രൊഡക്റ്റ് ഓഫ് ദ ടേംസ് പ്ലസ് 15 ആൻഡ് സം ഓഫ് ദ ടേംസ് -8 എന്നുണ്ട്. സോ നമ്മൾ അങ്ങനത്തെ റൂട്ട്സ് കണ്ടുപിടിക്കുകയാണ്. സോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇസഡ് മൈനസ് 3 ഇൻറ്റു ഇസഡ് മൈനസ് 5 ഈക്വൽ ടു 0. സോ ഇസഡ് ഈക്വൽ ടു 3 ആൻഡ് 5 എന്ന് കിട്ടും. സോ ഈ രണ്ട് പോയിൻറ്റ്സിനാണ് നമുക്ക് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ആയിട്ട് കിട്ടുന്നത്. സോ നമ്മുടെ ഫിക്സഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 ആൻഡ് 5 ആണ്. സോ ഇപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. Next question, question 54. The radius of convergence of the power series sigma n is equal to 0 to infinity z power n divided by 2 power n square s. So, ഈ power seriesൻ്റെ radius of convergence ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. For the power series sigma n equal to 0 to infinity a n z minus z naught whole power n, the radius of convergence r is given by 1 by r is equal to limit n tends to infinity modulus a n whole power 1 by n, or 1 by r is equal to limit n tends to infinity modulus a n plus 1 divided by a n. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ തന്നിരിക്കുന്ന പവർ സീരീസ് ഇസഡ് പവർ n ബൈ 2n സ്ക്വയർ ആണ്. സോ എ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ബൈ 2n സ്ക്വയർ ആണ്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. സോ 1 ബൈ ആർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2n സ്ക്വയർ മോഡ്ലെസ് ഹോൾ പവർ 1 ബൈ n. അപ്പം ഞാൻ 1 ബൈ n ഉള്ളിലോട്ട് എടുക്കുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2 പവർ n. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1 ബൈ 2 പവർ n ടെൻസ് ടു 0. സോ നമുക്ക് കിട്ടുന്നത് 1 ബൈ ആർ ഇസ് ഈക്വൽ ടു 0. സിംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 55. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? സോ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇസഡ് ഈക്വൽ ടു 0ൽ ഈ തന്നിരിക്കുന്ന ഏത് ഫംഗ്ഷനാണ് ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. സോ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് പോളായിരിക്കും. നൈദർ ഫൈനൈറ്റ് നോർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. സോ ഓരോ ഓപ്ഷൻ വൈസ് നമ്മൾ ചെക്ക് ചെയ്യാണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ ഇസഡ് ആണ്. സോ നമ്മൾ ഇത് ചെക്ക് ചെയ്യാണ്. സോ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 ഇ പവർ ഇസഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് ഈ ലിമിറ്റിൻ വാല്യൂ ഫൈനൈറ്റ് ടേം ആണ്. സോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. സെക്കൻഡ് ഓപ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ പവർ 1 ബൈ ഇസഡ്. സോ നമുക്ക് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു 0ലാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 ഇ പവർ 1 ബൈ ഇസഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ ഇൻഫിനിറ്റി. സോ ഇറ്റ് ഈസ് നൈദർ ഫൈനൈറ്റ് നോർ ഇൻഫൈനൈറ്റ് ആണ്. സോ ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷന് ഇസഡ് ഈക്വൽ ടു 0ന് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉള്ളത്. ബാക്കി രണ്ട് ഓപ്ഷനും നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ഇവിടെ ഞാൻ കാണിക്കാം ആ രണ്ട് ഓപ്ഷൻ, ഇവിടെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. സോ തേർഡ് ഓപ്ഷന് ഇസഡ് ഈക്വൽ ടു 0 പോളും, ഫോർത്ത് ഓപ്ഷന് ഇസഡ് ഈക്വൽ ടു 0 റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്.